ഹലോ, നിങ്ങൾ ഏറിയ കുരികിലുകളേക്കാൾ വിശേഷതയുള്ളവരല്ലോ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു വചനമാണ്. തൻ്റെ 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് നാനാവ്യാധികളുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരം നൽകി അവരെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് കർത്താവ് അനേക നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുവാനിടയായി. നിങ്ങളെ എൻ്റെ നാമനിമിത്തം അനേകർ പകയ്ക്കും, നിങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, നിങ്ങളെ പകയ്ക്കുന്നവരുണ്ടാകും, നിങ്ങളെ നിന്ദിക്കുന്നവരുണ്ടാകും, ഉപദ്രവിക്കുന്നവരുണ്ടാകും. അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്, ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ ഏറിയ കുരികിലുകളേക്കാൾ വിശേഷതയുള്ളവർ. എന്താണ് കുരികിലിൻ്റെ പ്രത്യേകത? യേശു കർത്താവിൻ്റെ കാലത്ത് കുരുവികൾ ഒരു സാധാരണ പക്ഷിയായിരുന്നു. എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു പക്ഷിയായിരുന്നു. അതിന് പ്രത്യേക നിറഭംഗിയോ പ്രത്യേക രൂപഭംഗിയോ ഒന്നുമില്ലാത്ത ഒരു പക്ഷി, സാധാരണ പക്ഷി. വലിയ വില അതിനില്ലായിരുന്നു. തുച്ഛമായ പൈസയ്ക്ക് മാർക്കറ്റുകളിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന ഒരു പക്ഷി. അതും വളരെ പാവപ്പെട്ട ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിരുന്ന ഒരു പക്ഷിയാണ്. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഈ കുരികിലുകളേക്കാൾ വിശേഷതയുള്ളവരാണ്. അപ്പം ദൈവം ഈ കുരികിലിനെ വിശേഷതയുള്ളതായി കാണുന്നു. ദൈവം ഈ കുരികിലിനൊരു വില കൊടുക്കുന്നു. ഈ കുരികിൽ നിലത്ത് പോകുന്നത് പോലും ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ കുരികിലുകളേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. നിങ്ങൾ പ്രതികൂലങ്ങളിൽ അഭിമുഖീകരിക്കുമ്പം, പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെന്ന് പെടുമ്പോഴും ഉപദ്രവമേൽക്കുമ്പോഴും ഒക്കെ നിങ്ങളെ അറിയുന്നൊരു പിതാവുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. ഈ കുരികിലിനെ കാണുന്നൊരു ദൈവമുണ്ടെങ്കിൽ നിങ്ങളെയും കാണുന്നൊരു ദൈവമുണ്ട്. ഈ വിലയില്ലാത്തതും മനുഷ്യരാരും മനുഷ്യരെല്ലാം അവഗണിച്ച് കളയുന്ന ഈ പക്ഷിക്ക് സ്വർഗസ്ഥനായ പിതാവ് വിശേഷത കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിലും വിശേഷതയുള്ളവരാണ് എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. എല്ലാത്തിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നുള്ള വലിയൊരു സന്ദേശം യേശു കർത്താവ് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നാം നേരിടാറുണ്ട്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ആരും ഇത് കാണുന്നില്ലയോ, നമ്മളെ ആരും വിലമതിക്കുന്നില്ലല്ലോ എന്നൊക്കെ നാം ചിന്തിച്ചു ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊരു സന്ദേശം എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മളെ അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ എല്ലാ അവസ്ഥകളെയും കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വചനം ധ്യാനിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.